everyone, welcome back to our channel IAS Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എക്കണോമിക് സിസ്റ്റംസ്. So, let's move to the topic. എക്കണോമിക് സിസ്റ്റംസ്. എന്താണ് എക്കണോമിക് സിസ്റ്റം? നമുക്കറിയാം, ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൺസ്യൂം ചെയ്യണം, ഗുഡ്സ്, സർവീസ്, ഇവയൊക്കെ. അതിനു വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഈ വസ്തുക്കളൊക്കെയും എങ്ങനെ ലഭ്യമാകും എന്നുള്ളതൊരു ചലഞ്ചായിരുന്നു. അതായത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യും, ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? സോ രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും സംബന്ധിച്ച് ഉയർന്നത്. ഹൂ ആൻഡ് വൈ. ആര് പ്രൊഡ്യൂസ് ചെയ്യും, ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എന്തിന് പ്രൊഡ്യൂസ് ചെയ്യും, എന്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഈ ഒരു ചോദ്യത്തിൽ നിന്നുമാണ് എക്കണോമിക് സിസ്റ്റം ഇവോൾവ് ആകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ടൈം മാർക്കറ്റ് എക്കോണമിയാണ് ഫസ്റ്റ് ഫോമൽ എക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കറ്റ് എക്കോണമി എന്നൊരാശയം മുൻപോട്ട് കൊണ്ടുവന്നത് ആദം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് ദ നേഷൻസ്, ഇതിലാണ് അദ്ദേഹം മാർക്കറ്റ് എക്കോണമിയെ പറ്റി പരാമർശിക്കുന്നത്. അദ്ദേഹം മാർക്കറ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് കുറേ ഐഡിയാസ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ആ ഐഡിയാസിന് അദ്ദേഹം നൽകിയ പേരാണ് ദ സിസ്റ്റം ഓഫ് നാച്ചുറൽ ലിബർട്ടി. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് സെൽഫ് ഇൻട്രസ്റ്റ്. അതായത് ഒരു വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലല്ല, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുമല്ല, സ്വന്തമായിട്ട് അദ്ദേഹം മാർക്കറ്റ് ബേസ്ഡ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ബിസിനസ് നല്ല രീതിയിൽ, മെച്ചപ്പെട്ട ഒരു രീതിയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയും അദ്ദേഹം നന്നായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. സോ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ബിസിനസ് നന്നായിട്ട് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ അദ്ദേഹം, ആദം സ്മിത്ത് ഇതിനെ വിളിച്ച പേരാണ് ഇൻവിസിബിൾ ഹാൻഡ്. അതിലൊരു 4 സ്റ്റെപ്പ് അടങ്ങിയിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് പീപ്പിൾ ട്രൈ ടു മേക്ക് മണി. ആളുകൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്തുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് അതർ പീപ്പിൾ ബൈ തിങ്സ്. ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പ്രോഡക്ട്സ് വാങ്ങാൻ തയ്യാറാകുന്നു. തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ഗുഡ് ബിസിനസ് ഡു വെൽ ആൻഡ് ബാഡ് ബിസിനസ് ഡു നോട്ട്. അതായത് നല്ല രീതിയിൽ ബിസിനസ് കാഴ്ചവെക്കുന്ന ആളുകളെ, നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ തയ്യാറാകുന്ന സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ബിസിനസ് എന്ത് ചെയ്യുന്നു, നല്ല മെച്ചപ്പെട്ട രീതിയിൽ വരികയും മോശം പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ബിസിനസ് അതേപോലെ തന്നെ മോശമാവുകയും ചെയ്യുന്നു. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഈസ് ദാറ്റ് മോർ മണി ഈസ് മെയ്ഡ് എവരി വൺ ബെറ്റർ ഓഫ്. അല്ലേ, ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, നല്ല രീതിയിൽ ഒരു ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നും വലിയൊരു വരുമാനമോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയോ പുരോഗമനമോ ഒന്നും നേടാൻ സാധിക്കുന്നില്ല. സോ ഇതാണ് ആദം സ്മിത്ത് പറഞ്ഞ ഇൻവിസിബിൾ ഹാൻഡ്. ആൻഡ് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൈ ലേബർ ഡിവിഷൻ. ഹൈ ലേബർ ഡിവിഷൻ എന്ന് വെച്ചാൽ ഒരുപാട് ലേബർ ഡിവിഷൻ കൊണ്ടുവരണം. പല മേഖലകളിലും ലേബേഴ്സിൻ്റെ അളവ് കൂട്ടണം. അത്തരത്തിൽ പ്രൊഡക്ഷനിൽ നമുക്ക് നല്ല രീതിയിൽ സ്പീഡും ക്വാളിറ്റിയും പ്രിസിഷനും ഒക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. തേർഡ് വൺ ഈസ് ദാറ്റ് ഈ പറഞ്ഞ ഇൻവിസിബിൾ ഹാൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുകൂലമായ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനെ അദ്ദേഹം പറഞ്ഞതാണ് മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഉണ്ടായിരിക്കണം. അവിടെ മാർക്കറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഡിമാൻഡ് സപ്ലൈ. നമുക്കറിയാം, ഓരോ വസ്തുക്കളുടെയും ഡിമാൻഡ് അനുസരിച്ചാണ് അതിൻ്റെ സപ്ലൈ കൂടുന്നത്. ഉദാഹരണത്തിന് ഒരു 10 ബൈക്കിന് നമുക്ക് ലഭിക്കുകയാണ്. അതേസമയം തന്നെ 10 കാറിനും ഓർഡർ ലഭിക്കുകയാണ്. ഇതിലേതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കാൻ പോവുക? ഓഫ് കോഴ്സ് കാറിൽ നിന്നായിരിക്കും. സോ കാറിനാണ് അവിടെ എന്ത് കൂടുതൽ, ഡിമാൻഡ് കൂടുതൽ. അങ്ങനെ ഡിമാൻഡ് കൂടുതലുള്ളത് കൊണ്ട് തന്നെയും നല്ല വരുമാനം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയും എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്കറ്റ് പിന്നീട് ഒരു പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്? കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയുള്ളൂ. സോ അതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെഗുലേഷൻ. നമുക്കറിയാം, റെഗുലേഷൻ മാർക്കറ്റ് കോമ്പറ്റീഷനിൽ മാത്രമേ റെഗുലേഷൻ വരത്തുള്ളൂ. അതായത് ഒരു വസ്തു തന്നെ ഒന്നിൽ കൂടുതൽ വ്യാപാരികൾ വിപണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്നെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും, അതിൽ വില കുറച്ച് വിൽക്കാനും മറ്റൊരാൾ വില കൂട്ടി വിൽക്കാനും ഒക്കെയുള്ള ആ ഒരു ടൈമിൽ ഒരു കോമ്പറ്റീഷൻ അവിടെ വരുന്നുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ലെസി ഫെയറി. ലെസി ഫെയറി എന്ന് വെച്ചാൽ ലീവ് ഇറ്റ് എലോൺ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ ഒരു മാർക്കറ്റ് എക്കോണമിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എവിടെയാണോ ഗവൺമെൻറ് ഇൻവോൾവ് ആകുന്നത് അവിടെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു, അവിടെ ഒരുപാട് റെഗുലേഷൻസ് വരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നല്ല രീതിയിൽ എക്കണോമിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ആദം സ്മിത്ത് പറയുന്നത്.
സോ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് ആഡം സ്മിത്ത് മുമ്പോട്ട് വെച്ച ആശയങ്ങൾ. ഈ ഒരു മാർക്കറ്റ് എക്കോണമി ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത് 1777 USA അവിടെ നിന്നും പിന്നീട് നോർത്തേൺ അമേരിക്കയിലേക്കും വെസ്റ്റേൺ യൂറോപ്പിലോട്ടൊക്കെ ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷേ 1929 ആയപ്പോഴേക്കും അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ബാധിക്കുകയും അതുവരെ മാത്രമേ ഈ ഒരു മാർക്കറ്റ് എക്കോണമി എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്തിരുന്നുള്ളൂ. അടുത്തതായി മാർക്കറ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു മാർക്കറ്റ് എക്കോണമി വന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു ഡെമോക്രാറ്റിക് റൈറ്റ്സ് കിട്ടി. അവർക്ക് എത്തരത്തിലുള്ള ട്രേഡ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് അവർ ഏർപ്പെടണം, ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഇന്നോവേഷൻസ് അവർക്ക് കൊണ്ടുവരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊരു സെൽഫ് റൈറ്റ്സ് അവർക്ക് കിട്ടിയിരുന്നു. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ ദ ഫസ്റ്റ് ഡീമെറിറ്റ് ഈസ് ദാറ്റ് നോ ടൂൾ ഫോർ ലോ പർച്ചേസിങ് പവർ. അതായത് ലോ പർച്ചേസിങ് പവർ എന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്തു, ഈ ഒരു മാർക്കറ്റ് എക്കോണമി കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? നേട്ടമുണ്ടായില്ല. ആൻഡ് അതുപോലെ തന്നെ ടോട്ടൽ ആബ്സെൻസ് ഓഫ് വെൽഫെയർ ആക്ഷൻ. ഗവൺമെൻറ് ഒരു വെൽഫെയർ ആക്ഷനും ഈ ഒരു മാർക്കറ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ദാറ്റ് വൈഡനിങ് എക്കണോമിക് ഇൻഇക്വാളിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1929 ഗ്രേറ്റ് ഡിപ്രഷൻ ബാധിക്കുന്നത്. ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ, അതായത് മാർക്കറ്റ് എക്കോണമിയാണ് USA ഫോളോ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ അതിലൂടെ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, അവർക്കൊരു തിരിച്ചടി സംഭവിക്കുകയാണ്. അങ്ങനെയാണ് 1929 അമേരിക്കയും അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഭാഗമായി മാറിയിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അമേരിക്കയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഗ്രേറ്റ് ഡിപ്രഷൻ ബാധിച്ച അവസരത്തിലാണ് പുതിയൊരു ബ്രാഞ്ചിനൊരു പിറവി സംഭവിക്കുന്നത്. അതാണ് മാക്രോ എക്കോണമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജോൺ മൈനാർഡ് കെനിസ് ആണ് മാക്രോ എക്കണോമിക്സ് എന്നൊരു ആശയം മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൽ പറയുന്നുണ്ട്, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആ ഒരു പുസ്തകത്തിലാണ്, ആ ഒരു വർക്കിലാണ് അദ്ദേഹം മാക്രോ എക്കണോമിക്സിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറയുന്നത്. സോ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, നോൺ മാർക്കറ്റ് എക്കോണമി എന്നൊരു ആശയം കൊണ്ടുവരുന്നത്. അതിനകത്ത് തന്നെ അദ്ദേഹം ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ കെനേഷ്യൻ അഡ്വൈസ് എന്ന് പറയും. എന്നാൽ ഈ ഒരു മാക്രോ എക്കണോമിക്സ് നിലവിൽ വന്നുവെങ്കിലും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശയം സിസ്റ്റമൊക്കെ നിലവിൽ വന്നുവെങ്കിലും അമേരിക്ക ഫോളോ ചെയ്തത് മിക്സഡ് എക്കോണമിയാണ്. സോ അത് നമ്മളിനി വരും ടോപ്പിക്സുകളിൽ പറയും. സോ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് എക്കോണമിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോർമൽ എക്കണോമിക് സിസ്റ്റമാണ്. ആഡം സ്മിത്ത് ആണ് ഈ ഒരു ഐഡിയ മുൻപോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം മാർക്കറ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐഡിയാസ് പറയുന്നുണ്ട്. അതിനെ അദ്ദേഹം നൽകിയ പേര് ദ സിസ്റ്റം ഓഫ് നാച്ചുറൽ ലിബർട്ടി എന്നാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രസ്റ്റ്. സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ എന്ത് ചെയ്യണം, സെൽഫ് ഇൻട്രസ്റ്റോട് കൂടി മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിലൊരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, തയ്യാറാകുന്നു. ആൻഡ് അതിനെ അദ്ദേഹം വിളിച്ചത് ഇൻവിസിബിൾ ഹാൻഡ് എന്നാണ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ഹൈ ലേബർ ഡിവിഷൻ. തേർഡ് വൺ ഈസ് ദാറ്റ് ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ആകുമ്പോൾ അവിടെ ഡിമാൻഡ്, സപ്ലൈ എന്ന് പറയുന്ന മാർക്കറ്റ് ഫോഴ്സസ് ഒക്കെ ഉണ്ടാകുന്നു. ആൻഡ് ഫോർത്ത് വൺ ഈസ് റെഗുലേഷൻ. റെഗുലേഷൻ നമ്മൾ പറഞ്ഞു, മാർക്കറ്റ് കോമ്പറ്റീഷനിൽ മാത്രമേ ഒരു റെഗുലേഷൻ വരുന്നുള്ളൂ. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഇസ് ദാറ്റ് ലേസർ ഫെയറി. ലേസി ഫെയറി എന്ന് വെച്ചാൽ ലീവ് ഇറ്റ് അലോൺ. ഗവൺമെൻറ് എന്ത് ചെയ്യരുത്, ഇൻവോൾവ് ചെയ്യരുത് ഈ ഒരു മാർക്കറ്റ് എക്കോണമിയിൽ. കാരണം അവരുടെ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോഴേക്കും ടാക്സും റെഗുലേഷനും ഒക്കെ വർദ്ധിക്കും. സോ ഗവൺമെൻറ് ഇൻവോൾവ് ചെയ്യാതിരുന്നാൽ ഒരു ബെറ്റർ എക്കണോമിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ആൻഡ് ഈ ഒരു സിസ്റ്റം ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത് USA 1777. പിന്നീട് അവിടെ നിന്നും നോർത്ത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. ബട്ട് ടിൽ 1929 വരെ മാത്രമേ USA ഈ ഒരു മാർക്കറ്റ് എക്കോണമി നിലനിന്നുള്ളൂ. കാരണം അതിനുശേഷം ഗ്രേറ്റ് ഡിപ്രഷനിലേക്ക് അമേരിക്ക വരികയാണ്. ഇതിൻ്റെ ഒരു മെറിറ്റ്സ് എന്ന് പറയുന്നത് ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഡെമോക്രാറ്റിക് റൈറ്റ്സ്, ലിബർട്ടിയൊക്കെ കിട്ടി. അവർക്ക് സ്വതന്ത്രമായിട്ട് മാർക്കറ്റിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കച്ചവടം നടത്താനും ഡിമാൻഡും സപ്ലൈ ഒക്കെ അവരുടെ സ്വാതന്ത്ര്യാനുസരണം അവർക്ക് ചെയ്യാനുള്ളൊരു അനുമതി ലഭിക്കുകയുണ്ടായി. ആൻഡ് ഇന്നോവേഷൻസും ബിസിനസ്സും ഒക്കെ അവർ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് നോ ടൂൾ ഫോർ ലോവർ പർച്ചേസിങ് പവർ, ദെൻ ടോട്ടൽ ആബ്സെൻസ് ഓഫ് വെൽഫെയർ ആക്ഷൻസ്, അതുപോലെ തന്നെ വൈഡനിങ് എക്കണോമിക് ഇൻഇക്വാളിറ്റി. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ ബാധിക്കുകയും അതിൽ നിന്നും റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ജോൺ മൈനാർഡ് കെനിസ് മുമ്പോട്ട് വെച്ച ആശയമാണ് മാക്രോ എക്കണോമിക്സ്. സോ അദ്ദേഹം മാക്രോ എക്കോണമി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഡ്വൈസസ്, ഒരുപാട് നിർദ്ദേശങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അതിനെ കെനേഷ്യൻ അഡ്വൈസ് എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്ക ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമി എന്ത് ചെയ്തില്ല, അഡോപ്റ്റ് ചെയ്തില്ല. അതിന് പകരം അവർ മിക്സഡ് എക്കോണമിയാണ് അഡോപ്റ്റ് ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മാർക്കറ്റ് എക്കോണമി. Stay tuned to this channel for more videos.